മംഗളകരമായ രാത്രിയാണ്. അതൊരു സാധാരണ രാത്രിയൊന്നുമല്ല. അതൊരു സാധാരണ ഉത്സവവുമല്ല. ഹിന്ദു കലണ്ടർ പ്രകാരം എല്ലാ മാസത്തിലെയും 14-ാം ദിവസം കറുത്തവാവിന് ശേഷമോ അതിനു മുൻപോ ഒരു ദിവസം പിൻപോ മുൻപോ ഉള്ള ദിവസം ശിവരാത്രി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വർഷം നമുക്ക് 12 മുതൽ 13 വരെ ശിവരാത്രികളുണ്ട്. എന്നാൽ അതൊന്നും മഹാശിവരാത്രി അല്ല, അതെല്ലാം ശിവരാത്രികളാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്, ഉത്സവമായി കൊണ്ടാടുന്നത്. അപ്പോ മഹാശിവരാത്രി ദിവസത്തിന് എന്താ പ്രത്യേകത? സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം വരും. 12 മുതൽ 13 വരെ ശിവരാത്രികൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ മഹാശിവരാത്രിക്ക് എന്താണ് ഒരു പ്രത്യേകത? മഹാശിവരാത്രി ദിവസം സ്വാഭാവികമായും എല്ലാ ജീവരൂപങ്ങളിലും ഒരു ഊർജത്തിന്റെ ഉയർച്ച സംഭവിക്കുന്ന ദിവസമാണ്. അതായത് പ്രകൃതി തന്നെ ഒരുവനെ അവന്റെ ആത്മീയ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസമാണ്. ശരിക്കും ആ ദിവസത്തിന്റെ പ്രത്യേകത പൂർണ്ണമായും ഉൾക്കൊള്ളത്തക്ക തരത്തിൽ സനാതന ധർമ്മ പാരമ്പര്യത്തിൽ തന്നെ നമുക്കൊരു ഉത്സവം, ഒരു ദിവസം തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. ആ ദിവസത്തിന്റെ പൂർണ്ണമായ ഊർജം നമ്മളിലേക്ക് ആവാഹിച്ച് മുന്നോട്ട് പോകുവാൻ, ജീവിത ബന്ധാവ് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കൊരു ഉത്സവം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ശിവരാത്രി ദിവസം നമ്മൾ ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. രാത്രി മൊത്തം നമ്മൾ ജാഗരണം പാലിക്കുകയാണ്. എന്താ ജാഗരണം? ഉറക്കമിളച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവയൊക്കെ ഒരു ആചാരം മാത്രമാണ്. സാധാരണയായിട്ട് നമ്മൾ രാത്രിയിൽ ഉറങ്ങാറാണ് പതിവ്. എന്നാൽ ശിവരാത്രി ദിവസം നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? രാത്രി ഇരുട്ടാണ് അല്ലേ? അജ്ഞാനത്തിന്റെ ഉറക്കമാണ് മിക്കവാറും നമുക്കുള്ളത്. അപ്പൊ അജ്ഞാനത്തിന്റെ ഉറക്കത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെ ഉണർവിലേക്ക് കടക്കുക എന്നൊരു സന്ദേശം കൂടി മഹാശിവരാത്രി നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ദോഷകരമായ ചിന്തകളെ ഒക്കെ മാറ്റി ഈശ്വരനിലേക്ക് നമ്മളെ അർപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് മഹാശിവരാത്രി ദിവസം എന്ന് നമുക്കറിയാം. അതായത് ആത്മനിയന്ത്രണത്തിന്റെ, സെൽഫ് കൺട്രോളിന്റെ, ആത്മീയ വളർച്ചയുടെ ഒക്കെ ഒരു പരിശീലന കാലമാണ് മഹാശിവരാത്രി ദിവസം. പരിശീലനത്തിന്റെ തുടക്കമാണ് എന്ന് പറയുന്നതാണ് നല്ലത്. ശിവഭഗവാനെ ഒന്ന് നോക്കിക്കേ, എത്ര സിമ്പിളാ, യാതൊരു ആഡംബരങ്ങളുമില്ല. ശരീരത്തിലൊക്കെ ഭസ്മം പൂശി നാഗങ്ങളും ഗംഗയും ചന്ദ്രനുമൊക്കെ അലങ്കാരമാക്കിയിട്ടുള്ള പരമശിവൻ. ലളിതമായ ജീവിതത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ ശിവഭഗവാൻ എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ ശിവരാത്രി ഒരു ഉത്സവമല്ല, ഒരു ജീവിത പാഠമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ഉത്സവം മാത്രമല്ല. ശിവഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച്, പരമശിവന്റെ മഹത്വത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാതെ ശിവരാത്രിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. ഹിന്ദുമതത്തില് ബ്രഹ്മാവ് സൃഷ്ടിയുടെയും വിഷ്ണു സ്ഥിതിയുടെയും, അതായത് പരിപാലനത്തിന്റെയും, ശിവൻ സംഹാരത്തിന്റെയും ദേവനാണെന്ന് ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. അതെന്താ ശിവൻ സംഹാരത്തിന്റെ ദേവനായത്? ബാക്കി രണ്ടുപേരും നല്ല കാര്യമല്ലേ ചെയ്യുന്നേ? ശിവൻ എന്തിനാണ് നമ്മളെ സംഹരിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മളോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, സംഹാരമൂർത്തിയെ ആരാധിക്കുകയോ? അതെന്താ അതിനുള്ള കാരണം? ശിവൻ, പരമശിവൻ ഒരു ദേവൻ മാത്രമാണോ? ഒരിക്കലും അല്ല. ഒരു ദൈവം മാത്രമല്ല. ശിവൻ ഒരു രൂപമാണോ? അതൊന്നുമല്ല. ശിവൻ ഒരു തത്വമാണ്. പരമശിവൻ ഒരു ശക്തിയാണ്. അതൊരു അനുഭവമാണ്. സംഹാരം എന്ന വാക്കിന്റെ അർത്ഥം നാശമെന്നല്ല. നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ സംഹരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ പുറത്തു കൊണ്ടുവരുന്ന, വളരെയധികം
നമ്മളെ മുൻപോട്ട് നയിക്കുന്ന ഒരു പവറാണ് പരമശിവൻ എന്ന് പറയുന്നത്. മറ്റു ദേവന്മാരെ പോലെ ശിവഭഗവാന് എന്തെങ്കിലും ആഡംബരമുണ്ടോ? കിരീടമോ ഏതെങ്കിലും തരത്തിലുള്ള ആഭരണങ്ങളോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത് എന്തൊക്കെയാന്ന് നമുക്കറിയാം. ശിവഭഗവാന്റെ ചിത്രങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഭസ്മ വിഭൂഷിതനാണ് ശിവഭഗവാൻ. കഴുത്തില് നാഗം, ജടയില് ഗംഗ, തലയില് ചന്ദ്രൻ, കയ്യില് തൃശൂലം. ഇങ്ങനെ കുറച്ച് അലങ്കാരങ്ങൾ മാത്രമേ ശിവഭഗവാനുള്ളൂ. അത് അലങ്കാരങ്ങൾ തന്നെയാണ്. കാരണം ഇതെല്ലാം ഓരോ മഹത്തായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന നാഗം, പാമ്പ്, ഭയത്തെ ഓവർകം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ധാരാളം ഭയങ്ങളുണ്ട്. ഈ ഭയത്തെയൊക്കെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭയമാണേ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ആ ഭയത്തെ ഓവർകം ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് ശിവഭഗവാന്റെ, പരമശിവന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പാമ്പ്. ഗംഗ വിശുദ്ധിയുടെ പ്രതീകമാണ്. ഏറ്റവും വിശുദ്ധ നദി എന്നാണ് ഗംഗയെ നമ്മൾ പറയുക. അതുപോലെ അദ്ദേഹത്തിന്റെ തലയിലുള്ളത് ചന്ദ്രക്കലയാണ്. ചന്ദ്രൻ എപ്പോഴും സമാധാനത്തിന്റെയും ശാന്തതയുടെയും പ്രതീകമാണ്. തൃശൂലം ഭഗവാന്റെ കയ്യിലുള്ള മറ്റൊരു പ്രധാന അലങ്കാരമാണ് തൃശൂലം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങൾ എല്ലാവരിലും ഉണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ 3 ഗുണങ്ങളെ അതിൻ്റെതായ രീതിയിൽ നിയന്ത്രിച്ചേ പറ്റൂ. അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 3 ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയെയാണ് തൃശൂലം സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ശിവഭഗവാന്റെ വേഷഭൂഷാദികളിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത്? യഥാർത്ഥ മഹത്വം ലാളിത്യമാണ് എന്ന തത്വം തന്നെയാണ് ശിവഭഗവാന്റെ രൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കരുണയുടെ പ്രതീകവുമാണ് അദ്ദേഹം. ഏറ്റവും നന്നായി ത്യാഗം ചെയ്ത് നമ്മളെ കാണിച്ചു തന്ന ഒരു ഭഗവാനാണ് ശിവഭഗവാൻ. സമുദ്രമഥന സമയത്ത് ലോകത്തെ രക്ഷിക്കാൻ വിഷം കുടിച്ച കഥ നമുക്കറിയാവുന്നതാണ്. എല്ലാവരുടെയും നന്മയ്ക്കായിട്ടാണ് കാളകൂട വിഷത്തെ അദ്ദേഹം ഭക്ഷിച്ചത്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന, ജാതി മത ഭേദമില്ലാത്ത, ദാരിദ്ര്യ ഭേദമില്ലാത്ത, ഭക്തി ഉള്ളവരെ എല്ലാം തന്റെ മക്കളായി കാണുന്ന, തന്നെ ആശ്രയിക്കുന്ന എല്ലാവരെയും തന്റെ മക്കളായി കാണുന്ന, വളരെ പെട്ടെന്ന് പ്രസന്നനാകുന്ന ഒരു ദേവനാണ് ശിവഭഗവാൻ. അതുകൊണ്ടാണ് ശിവനെ ഭോളേനാഥ് എന്ന് വിളിക്കുന്നത്. ഒരില, അല്ലെങ്കിൽ ഒരു പൂവ്, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം എന്തായാലും വളരെ ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ അത് മതി ശിവഭഗവാൻ സന്തുഷ്ടനാകാൻ. ഇത് തന്നെയാണ് ശിവഭഗവാന്റെ മഹത്വവും. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ശിവഭഗവാൻ എന്ന് പറയുന്നത് ഒരു ദേവൻ മാത്രമല്ല, അദ്ദേഹം ഒരു തത്വചിന്തയാണ്, ഒരു ഫിലോസഫിയാണ്. നമ്മളെ പല കാര്യങ്ങളും ശിവഭഗവാന്റെ ചരിത്രത്തിൽ, അദ്ദേഹത്തിന്റെ ലളിത ജീവിതത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും അഹങ്കാരം ഒഴിവാക്കി, പൂർണ്ണ വിനയത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കരുണയോടുകൂടി ലളിതമായി ആത്മീയ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ശിവഭഗവാൻ നമുക്ക് നൽകുന്ന ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് നൽകുന്ന ഒരു വാക്കെന്ന് പറയുന്നത്. സമ്മർദ്ദവും മത്സരവും ഒക്കെ നിറഞ്ഞ ഒരു കാലത്താണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശിവതത്വങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തില് പ്രയോഗത്തിൽ വരുത്തേണ്ടതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചില ശിവപുരാണ കഥകൾ പറയാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട 1-2 ശിവപുരാണ കഥകളും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. ഈ കഥകളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന കഥകളാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കഥകളാണ്. ഞാനത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എങ്കിൽ കൂടി
കുറച്ച് ഭാഗങ്ങൾ, അതിലെ കുറച്ചു ഭാഗങ്ങളിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശിവപാർവതി വിവാഹ ദിവസമാണ് മഹാശിവരാത്രി എന്നത്. ചിലർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. മഹാശിവരാത്രി ദിവസം ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടന്ന ദിവസമാണെന്നാണ് പറയുന്നത്. പർവ്വതരാജൻ ഹിമവാന്റെ മകളാണ് പാർവതി, അത് നമുക്കറിയാം. പാർവതിയെ ശൈലപുത്രി എന്നാണ് അറിയപ്പെടുന്നത്. ശിവഭഗവാന്റെ ഭാര്യയായ പാർവതി ദേവി പർവ്വതരാജന്റെ മകളും കൂടിയാണ്, ശൈലപുത്രിയാണ്. പാർവതി ദേവിക്കൊരു പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പൂർവ്വജന്മത്തില് ദക്ഷന്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ദേവി അവതരിച്ചത്. ദക്ഷ പ്രജാപതിയുടെ മകളാണ്. ദക്ഷ പ്രജാപതി കുബേരനെ പോലെ ജീവിക്കുന്ന വ്യക്തിയാണ്. ദക്ഷന്റെ മകൾ സതി വിവാഹം കഴിച്ചത് ആരെയാണ്? സ്വന്തമായി വീടില്ലാത്ത, കൈലാസത്തെ പാറയ്ക്ക് മുകളിൽ ഭൂതഗണങ്ങളുമായി ജീവിക്കുന്ന, ചുടലഭസ്മം പൂശുന്ന ശിവനെ. ആ പിതാവിന് അത് സഹിക്കുമോ? ദക്ഷ പ്രജാപതിക്ക് സഹിക്കുമോ? ആവുന്നത്ര ദക്ഷ പ്രജാപതി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ സതിയെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സതി പിന്മാറിയില്ല. സതിക്ക് ശിവനോടൊപ്പമുള്ള ജീവിതമാണ് സ്വർഗം എന്ന് തിരിച്ചറിഞ്ഞ് ശിവഭഗവാനെ വിവാഹം കഴിച്ച് മുന്നോട്ട് പോയി. ഈ ഒരു വിവാഹം ദക്ഷ പ്രജാപതിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദക്ഷൻ സതിയുടെ മുമ്പിൽ ഒരു വ്യവസ്ഥ വെച്ചു. വിവാഹശേഷം ഒരു കാരണവശാലും പിതാവിനെ കാണാനായി എന്റെ അടുത്തേക്ക് വരരുത്. കാലം ഒരുപാട് കടന്നുപോയി. അപ്പോഴാണ് ദക്ഷൻ ഒരു മഹായാഗം നടത്താൻ തീരുമാനിച്ചത്. ത്രിലോകത്തിലുള്ള എല്ലാവർക്കും അതിന് ക്ഷണം ലഭിച്ചു. പക്ഷെ ഭഗവാൻ പരമേശ്വരനെയോ സതിയെയോ സതീദേവിയെയോ ദക്ഷൻ വിളിച്ചില്ല. അത് വിഷമമായി. സ്വാഭാവികമായിട്ട് ഒരു മകളെന്നുള്ള നിലയ്ക്ക് സതീദേവിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ സതീദേവി പതിയെ ശിവഭഗവാനോട് പറഞ്ഞു, ഓ, എന്റെ അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, അതിന് പ്രത്യേക ക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയി പങ്കെടുക്കുന്നതിൽ ഔചിത്യക്കുറവൊന്നുമില്ല. നമുക്ക് പോകാം, ഞാൻ പൊയ്ക്കോട്ടെ, പോകുന്നതല്ലേ നല്ലത്. അതായത് പോകാനുള്ള ആ ആഗ്രഹം സതീദേവിയുടെ ഉള്ളിലുണ്ട്. പക്ഷെ പരമശിവൻ ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ദുഃഖത്തിൽ പങ്കെടുക്കാൻ ക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ, യാഗങ്ങളിൽ പങ്കെടുക്കാൻ ക്ഷണം വേണം. ശരിയല്ലേ? നമ്മുടെ നാട്ടില് ഒരു മരണമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ആപത്തോ അപകടമോ ഒക്കെ സംഭവിക്കുമ്പോ നമ്മൾ അവിടേക്ക് ഓടിച്ചെല്ലും. ആരും നമ്മളെ ക്ഷണിച്ചിട്ടൊന്നും അല്ല പോകുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ആളോടുള്ള സ്നേഹവും അഭിവാഞ്ചയും ഒക്കെ വെച്ച് നമ്മൾ ഓടിച്ചെന്ന് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് രോഗത്തിൽ നിന്ന് പെട്ടെന്ന് മുക്തരാവട്ടെ എന്ന് ആശംസിച്ച്, ഒരു മരണച്ചടങ്ങിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ കുടുംബാംഗങ്ങളെ എല്ലാം ആശ്വസിപ്പിച്ച് നമ്മൾ തിരിച്ചു പോരും. ആരും ക്ഷണിച്ചിട്ടൊന്നുമല്ല നമ്മൾ അതിൽ പോകുന്നത്. പക്ഷെ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സന്തോഷകരമായ സാഹചര്യമോ ആണെങ്കിൽ അവിടെ നമ്മൾ ക്ഷണിച്ചിട്ടാണ് പോകേണ്ടത്. ഇതുപോലെ തന്നെയാണ് ശിവഭഗവാൻ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയോട് പറഞ്ഞത്, ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് പോകണോ? അപ്പോ സതീദേവി മറുപടി പറഞ്ഞു, അച്ഛൻ നമ്മളെ വിളിക്കാൻ മറന്നുപോയതായിരിക്കും, അതുകൊണ്ട് നമുക്ക് അവിടെ പോകാം. അവിടെ ചെന്നപ്പോ നിരന്തരം സതീദേവിയെയും പരമശിവനെയും അപമാനിക്കുന്ന ഒരു സ്വഭാവമാണ് ദക്ഷ പ്രജാപതി പുറത്തെടുത്തത്. അപ്പൊ ദക്ഷൻ സതീദേവിയെ സമസ്ത ലോകത്തിന്റെയും മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ് ഉണ്ടായത്. സതീദേവി ചെയ്തത്, യാഗഭൂമിയിൽ അപമാനിതയായത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. തന്നെയുമല്ല, തന്നെ അപമാനിച്ചതിനേക്കാൾ കൂടുതൽ തന്റെ ഭർത്താവിനെ അപമാനിച്ചതാണ് സതീദേവിയെ വേദനിപ്പിച്ചത്. സതീദേവി യാഗഭൂമിയിൽ അഗ്നിപ്രവേശം നടത്തുകയാണ് ഉണ്ടായത്. പിന്നീട് ദേവി പുനർജന്മമെടുത്ത് പർവ്വത രാജാവായ ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായിട്ടാണ് രണ്ടാമത് ജനിച്ചത്. ശൈലപുത്രിയാണ്. ശൈലപുത്രി
നമുക്ക് നമ്മളുടെ നവരാത്രി പൂജയുടെ കാലത്ത്, നവരാത്രി പൂജയുടെ 2ാം ദിവസം ആദിപരാശക്തിയുടെ ബ്രഹ്മചാരിണീ ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ശൈലപുത്രിയായ പാർവതി ദേവി ഭഗവാൻ പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ വേണ്ടി ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടാണ് ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന ആ ഒരു പേര് ലഭിച്ചത്. എന്താ ബ്രഹ്മചര്യം? പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വേർഡാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമമായ സത്യം, ചര്യം എന്ന് പറഞ്ഞാൽ ആചരിക്കുന്നത്, ആചാരം, ആചരിക്കുന്നത്. പരമമായ സത്യത്തെ ആചരിക്കുന്നതാണ് ബ്രഹ്മചര്യം. പരമസത്യത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നതാണ് ബ്രഹ്മചര്യം. അതാണ് അതിന്റെ അർത്ഥം. ഏതെങ്കിലും ഒരു പരമമായ സത്യത്തെ അന്വേഷിച്ച് അതിനു വേണ്ടി ഉഴിഞ്ഞു വെച്ച് നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി ഉഴിഞ്ഞു വെച്ച് ലക്ഷ്യമാക്കി ജീവിക്കുക എന്നതാണ് ബ്രഹ്മചര്യത്തിന്റെ അർത്ഥം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നാം കഠിനമായി പ്രയത്നിക്കുന്നതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മചര്യം പാലിക്കുന്നവളാണ് ബ്രഹ്മചാരിണി. പാർവതി ദേവിയുടെ കഠിന തപസ്സിൽ വളരെ സന്തുഷ്ടനായ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ ആഗ്രഹം സഫലമാകുമെന്ന് പറയുകയും ഭഗവാന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മചാരിണിയായ ദേവി തപസ് നിർത്തി നമ്മളുടെ ശിവഭഗവാന്റെ ഭാഗമാകുകയും ചെയ്തു. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ബ്രഹ്മചാരി എന്നാൽ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു. അപ്പൊ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് കേൾക്കാറുണ്ട് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സാധാരണ ബ്രഹ്മചാരി വ്രതത്തിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇപ്പൊ പാർവതിയുടെ ബ്രഹ്മചാരി വ്രതം ശിവനെ ഭർത്താവായി ലഭിക്കുന്നത് വരെയാണ്. അതായത് പാർവതിയുടെ ലക്ഷ്യം, പാർവതി ദേവിയുടെ ലക്ഷ്യം ശിവനെ ഭർത്താവായി ലഭിക്കുക എന്നതാണ്. അതിനുവേണ്ടി കഠിനമായ തപസ്സിലേക്ക് എത്തിയപ്പോഴാണ് പാർവതി ദേവി ബ്രഹ്മചാരിണിയായത്. അതേസമയം നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അതല്ല. ജീവിതാന്ത്യം വരെ അനുഷ്ഠിക്കുന്ന ഇളകാത്ത ലക്ഷ്യമാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം. പരമമായ സത്യത്തെ അന്വേഷിച്ച് ജീവിതാന്ത്യം വരെ ഒരേപോലെ കഠിനമായി തപസ് ചെയ്യുന്ന അവസ്ഥയാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇത് കാലങ്ങളോളം, യുഗങ്ങളോളം നിൽക്കുന്നതാണ്. അയ്യപ്പന്റേത് അത്തരത്തിലുള്ള ഒരു വ്രതമാണ്. അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. പറഞ്ഞു വന്ന വഴിക്ക് ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞത് ശിവപാർവതി വിവാഹമാണ്. ശിവപാർവതി വിവാഹത്തില് ശരിക്കും ലോകത്തിന്റെ ആദ്യത്തെ ദാമ്പത്യ മാതൃക എന്ന് പറയുന്നത് ശിവനും പാർവതിയുമാണ്. അർദ്ധനാരീശ്വര സങ്കല്പമാണ്. നമ്മൾ ഇപ്പോ കേൾക്കുന്ന ജെൻഡർ ഇക്വിറ്റി, ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീയും പുരുഷനും ഒരേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരാകണം എന്നൊക്കെ നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലത്തിൽ, ഇന്നത്തെ കാലത്തില് ഞങ്ങളൊക്കെ എക്കണോമിക്സ് ആയതുകൊണ്ട് എക്കണോമിക്സിന്റെ ഒക്കെ തിയറികളൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയും, ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ് ജെൻഡർ ഇക്വാളിറ്റി, ഈ അടുത്ത കാലത്താണ് ജെൻഡർ ഇക്വാളിറ്റി വന്നത് എന്നൊക്കെ നമ്മള് ഇങ്ങനെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭാരതീയ സനാതന ധർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്നത് പുതിയ ഒന്നല്ല. എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതം ഇതിനെ ഉൾക്കൊണ്ടിരുന്നു. സ്ത്രീയുടെയും പുരുഷന്റെയും ശക്തി തുല്യമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അർദ്ധനാരീശ്വര സങ്കല്പത്തെക്കാൾ മെച്ചമായ മറ്റൊരു ജെൻഡർ ഇക്വാളിറ്റി എക്സാമ്പിൾ പറയാനില്ല. തുല്യ ശക്തികളാണ് ശിവനും ശക്തിയും. അപ്പൊ എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പുരാണ കഥയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്? നമ്മൾ എന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും നമുക്കതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കും. പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യണം. നിരന്തര പരിശ്രമം വേണം. 1-2 ദിവസം ചെയ്തിട്ട് എനിക്കത് ലഭിച്ചില്ലല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് കരുതി നമ്മൾ പിന്മാറാൻ പാടില്ല. നല്ല ക്ഷമയോടും പരിശ്രമത്തോടും കൂടി മുന്നോട്ട് പോവുക. ശിവനും ശക്തിയും ഒന്നിക്കുമ്പോൾ മാത്രമാണ് ലോകം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതായത് പുരുഷനും സ്ത്രീയും ശക്തിയും ബുദ്ധിയും ഇത് രണ്ടും ഒന്ന് ചേർന്നാലേ ഒരു ജീവിതം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ശിവനും പാർവതിയും ഒന്നായ ദിവസം എന്നുകൂടി മഹാശിവരാത്രിക്ക് ഒരു ഐതിഹ്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കഥ, സമുദ്രമഥനത്തിൽ
മഹാശിവൻ പരമശിവൻ നീലകണ്ഠനായ കഥയാണ്. അത് നമുക്കറിയാവുന്നതാ. പാലാഴി മഥനം, മന്ദരപർവ്വതത്തെ മത്തായിട്ടും വാസുകി നാഗത്തെ കയറായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും ഒക്കെ കൂടി പാലാഴിയെ കടഞ്ഞ്, അമൃതിനു വേണ്ടിയാണ് കേട്ടോ, പാലാഴിയെ കടഞ്ഞ് കടഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അപ്പോ അവരൊക്കെ വിചാരിച്ചത് എന്താ, പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും, അമൃതകുംഭം കയ്യിൽ കിട്ടും, അമരത്വം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് ആദ്യം കിട്ടിയത് അതിഭീകരമായ കാളകൂട വിഷമാണ്. ഹലാഹല വിഷം എന്നതിന് പറയും. ശക്തമായ ചൂടുള്ള, ത്രിലോകത്തെയും നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു വിഷം. ലോകമെല്ലാം എരിഞ്ഞു തുടങ്ങി ഈ ഒരു കാളകൂട വിഷം പുറത്തേക്ക് വന്നപ്പോൾ. സകല ജീവജാലങ്ങളും ഭയന്നുപോയി. അവസാന അത്താണി എന്നുള്ള നിലയ്ക്ക് ശിവഭഗവാനിൽ അഭയം പ്രാപിച്ചു ദേവന്മാരും അസുരന്മാരും ഒക്കെ. ആ കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്. പേടിയുണ്ട്, ദേവന്മാർക്കും അസുരന്മാർക്കും പേടിയുണ്ട്. അഭയം പ്രാപിച്ചപ്പോ ശിവഭഗവാൻ എന്താണ് ചെയ്തത്? കരുണാമൂർത്തിയായ ശിവഭഗവാൻ കാളകൂട വിഷം കയ്യിലെടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. അപ്പൊ പാർവതി ദേവി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കാളകൂട വിഷം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ പിടിച്ചു, കഴുത്തിൽ അത് പിടിച്ചു വെച്ചു. അങ്ങനെ വിഷം കഴുത്തിൽ തന്നെ നിലനിൽക്കുകയും ശിവഭഗവാന്റെ കഴുത്ത് നീലനിറമായി നീലകണ്ഠൻ എന്ന പേരിൽ പരമശിവൻ അറിയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് കഥ. ഈ ഒരു മഹാത്യാഗം നടന്ന ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി ദേവന്മാരെല്ലാം രാത്രികളോളം ഉറക്കളച്ചിരുന്ന് പരമശിവനെ ധ്യാനിക്കുകയും നമശിവായ മന്ത്രം ജപിച്ച് ഈ ഒരു മഹാത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുകയും ചെയ്തു എന്നാണ് സങ്കല്പം. അപ്പോ കരുണയുടെ ഒരു ദിനം കൂടിയാണ് മഹാശിവരാത്രി. ഈ ഒരു കഥയിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? സഹകരണത്തിന്റെ മഹത്വം, അല്ലെ? ദേവന്മാരും അസുരന്മാരും കൂടെ രണ്ട് വ്യത്യസ്ത ശക്തികളാ. രണ്ടു കൂട്ടരും കൂടാണ് എന്ത് ചെയ്തത്? പാലാഴി മഥനം നടത്തിയത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? അമൃതകുംഭം തന്നെയാ. അതിനിടയ്ക്ക് മറ്റു പല കാര്യങ്ങളും വന്നെങ്കിലും സഹകരണ മനോഭാവത്തോടുകൂടി അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ത്യാഗം സഹിച്ചു. വാസുകി നാഗം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് മത്തിന്റെ കയറായി പ്രവർത്തിക്കുക എന്നത്. വാസുകി നാഗം വളരെ ത്യാഗിയാണെന്ന് നമുക്ക് പറയാം. അതിലുപരി ത്യാഗം ചെയ്ത വ്യക്തിയാണ്, വ്യക്തി എന്നല്ല, അതിനുപരി ത്യാഗം ചെയ്ത ഒരു തേജസ്സാണ് പരമശിവൻ. ത്രിലോകത്തിനും വേണ്ടി കാളകൂട വിഷത്തെ സേവിച്ചു. അപ്പൊ സ്വന്തം നന്മയെ മാറ്റി നിർത്തി, സ്വന്തം ആരോഗ്യത്തെ മാറ്റി നിർത്തി മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നൊരു സന്ദേശം കൂടി മഹാശിവരാത്രി നമുക്ക് നൽകുന്നുണ്ട്. ശിവരാത്രിയുടെ മഹത്വം വ്യക്തമാക്കുന്ന മറ്റൊരു കഥയുണ്ട്. അത് പൊതുവെ അത്ര കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കഥയൊന്നുമല്ല. അതൊരു വേട്ടക്കാരന്റെ കഥയാണ്. ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ശിവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതേ ഉപവാസം, ജാഗരണം, അതായത് ഉറക്കളച്ചിരിക്കൽ എന്നുള്ളതാണ്. അതുപോലെ എന്താ ശിവപൂജ, ബില്ലു അർച്ചന. ബില്ലു അർച്ചന എന്ന് പറഞ്ഞാല് കൂവളത്തില കൊണ്ടുള്ള അർച്ചനയൊക്കെയാണ്. പക്ഷെ ഭഗവാൻ ശിവൻ ഭക്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വലിയ ആചാരങ്ങളോ കാണിക്കയോ സമ്പത്തോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. ശുദ്ധമായ മനസ്സ്, സത്യമായ ഭക്തി, ഇത് രണ്ടും മതി ശിവഭഗവാൻ. മറ്റൊന്നും വേണ്ട. നമ്മൾ കൈനിറയെ കാണിക്ക കൊണ്ട് അർപ്പിക്കണമെന്നോ ഒന്നും ചെയ്യണമെന്നില്ല. ഒരിക്കല് ഒരു കാട്ടിലൊരു വേട്ടക്കാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞതിലൂടെ തന്നെ വ്യക്തമാണ്. ഹണ്ടിങ് ആണ്. അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് വേട്ടയാണ്. ദൈവം എന്താണെന്നോ പൂജ എന്താണെന്നോ ഒന്നും അറിയില്ല. കാട്ടാളനാണ്. അപ്പൊ ഒരു ദിവസം അദ്ദേഹം കാട്ടില് വേട്ടയ്ക്കായിട്ട് പോയി. അദ്ദേഹത്തിന് മൃഗങ്ങളെ ഒന്നും അന്ന് കിട്ടിയില്ല. കാരണം കിട്ടാതെ വീട്ടിൽ പോകാൻ പറ്റില്ലെന്നേ. ഭാര്യയും മക്കളും ഒക്കെ വിശന്നിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണമെങ്കിൽ ഈ വേട്ടയാടി കിട്ടണം. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് രാത്രിയായി. തിരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോവാൻ സാധിക്കില്ല. കാരണം നിറയെ വന്യമൃഗങ്ങളുള്ള ഒരു വനമാണ്. ഭയങ്കരമായ ക്രൂരന്മാരായ വന്യമൃഗങ്ങളുണ്ട്. അപ്പൊ ഈ വേട്ടക്കാരൻ എന്ത് ചെയ്തു? അടുത്ത് കണ്ട ഒരു മരത്തില് കയറി.
മരത്തിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. തൊട്ടടുത്ത് നിൽക്കുന്ന അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ കയ്യിലെടുത്തു. ഒരു ചെറിയ പാളയ്ക്കകത്ത് വെള്ളവും കൂടെ കയ്യിലെടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഈ മരത്തിന്റെ മുകളിലേക്ക് കയറി. അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല, വേട്ടയൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തത് നേരെ മരത്തിന്റെ മുകളിൽ കയറി. വന്യമൃഗങ്ങളെ പേടിച്ചാണ് കയറിയത് കേട്ടോ. ഈ മരത്തില് അദ്ദേഹം കയറിയിരുന്നത് അദ്ദേഹം കയറിയിരുന്ന മരത്തിന്റെ താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു, ചെറിയൊരു ശിവലിംഗം. അദ്ദേഹം കയറിയ മരം ഏതാണെന്ന് അറിയാമോ? ബില്ലോ മരമാണ്, അതായത് കൂവള മരം. കൂവള മരത്തിന്റെ മുകളിലേക്കാണ് അദ്ദേഹം വന്യമൃഗങ്ങളെ പേടിച്ച് ഓടിക്കേറിയത്. അപ്പോ ആ ദിവസം മഹാശിവരാത്രി ആയിരുന്നു. പക്ഷെ അതൊന്നും വേട്ടക്കാരൻ അറിയില്ലല്ലോ, ദൈവം എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തിയാണ്. അപ്പോ ഈ മരത്തിന്റെ മുകളിൽ ഇരുന്ന് ഉറങ്ങിയാൽ അദ്ദേഹം താഴെ വീഴും. വന്യമൃഗത്തിന്റെ വായിലേക്കായിരിക്കും വീഴുന്നതെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? രാത്രി ഉറങ്ങാതിരിക്കണം. ഉറങ്ങാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചുമ്മാ ഇരുന്ന് ഉറങ്ങിപ്പോവില്ലേ? അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ആ കൂവള മരത്തിന്റെ ഇലകൾ ഓരോന്നും താഴേക്ക് ഒടിച്ചൊടിച്ചിടാൻ തുടങ്ങി. തന്നെ വല്ല ഇടയ്ക്കിടയ്ക്ക് ദാഹം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കയ്യിൽ കരുതിയിരുന്ന വെള്ളം കുടിക്കാനും തുടങ്ങി. അപ്പൊ കൂവള മരത്തിന്റെ ഇല താഴേക്ക് ഇട്ടപ്പോ അത് നേരെ ചെന്ന് വീണത് എവിടെയാണ്? നേരെ ചെന്ന് വീണത് ഈ ശിവലിംഗത്തിന്റെ മുകളിലേക്കാണ്. മുകളിൽ നിന്ന് ഓരോരോ ഇലകൾ ഒടിച്ചൊടിച്ചിടുകയല്ലേ. നമ്മളൊന്ന് സങ്കല്പിച്ചേ, അദ്ദേഹം മുകളിൽ ഇരുന്ന ഇല ഒടിച്ചിടുന്നു, നേരെ താഴെ വന്ന് ശിവലിംഗത്തിൽ വീഴുന്നു. വെള്ളം കുടിച്ചപ്പോ തുള്ളിയായിട്ട് വെള്ളവും എവിടെ വീണു? ശിവലിംഗത്തിൽ വീണു. രാത്രി ഇദ്ദേഹം ഉറങ്ങിയുമില്ല. ചുരുക്കം പറഞ്ഞാൽ മഹാശിവരാത്രി അദ്ദേഹം ആചരിച്ചു എന്ന് പറയാം. അതായത് ഈ പ്രവർത്തികളെല്ലാം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അതൊരു ശിവപൂജയായിട്ട് മാറുക ചെയ്തത്. അദ്ദേഹം ഒഴിച്ചിട്ടത് കൂവളത്തില, ശിവലിംഗത്തിലേക്ക് വെള്ളം വീണത് അഭിഷേകത്തിന് തുല്യമാണ്, ഉറങ്ങാതെ ഇരുന്നത് ജാഗരണവുമാണ്. ശിവരാത്രി വ്രതം അന്നേ ദിവസം ഭക്ഷണം കഴിച്ചുമില്ല, ഉപവാസവുമാണ്. ഇതിന്റെ ഫലം എപ്പോഴാ വന്നെന്നറിയോ? പിറ്റേ ദിവസമായി, പ്രഭാതമായി, രാവിലെയായി. അദ്ദേഹം മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇറങ്ങി വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോ ധാരാളം മൃഗങ്ങളും വെള്ളം കുടിക്കാൻ വന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. വേട്ടക്കാരനല്ലേ, ഇഷ്ടം പോലെ മൃഗങ്ങൾ വന്നു, ഇതിനെയൊക്കെ കൊല്ലാം, കൊന്നു വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആദ്യം കിട്ടിയത് ഒരു മാനിനെയാണ്. അപ്പൊ മാനിനെ കൊല്ലുന്നതിനായിട്ട് വേട്ടക്കാരൻ വില്ലെടുത്തു. മാന് അതിദയനീയമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണണം, അതിനു വേണ്ടി എന്നെ ഒന്ന് അനുവദിക്കണം, ഞാൻ പോയിട്ട് വരാം, എന്റെ കുഞ്ഞുങ്ങളെ കാണണം. വേട്ടക്കാരന്റെ ഹൃദയത്തില് ഒരു കരുണ അപ്പം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതുവരെ കരുണ എന്ന വികാരമോ ഒന്നുമില്ലാതിരുന്ന ഒരു മനുഷ്യനാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചിന്തയിൽ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്ത വന്നു, ആ അമ്മ മനസ്സിനെ കുറിച്ച് ചിന്ത വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ആ മാനിനെ വിട്ടയച്ചു. പിന്നീട് ധാരാളം മാനുകളും മുയലുകളും ഒക്കെ വന്നു ഈ വെള്ളം കുടിക്കാനേ. വേട്ടക്കാരൻ അവിടെ ഇരിക്കുക. അവരെ ആരെയും കൊല്ലാൻ വേട്ടക്കാരന് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ഒറ്റ രാത്രി കൊണ്ട് വേട്ടക്കാരൻ പോലും അറിയാതെ അദ്ദേഹം കരുണയുള്ളവനായി തീർന്നു എന്നാണ് സത്യം. അപ്പൊ ശിവരാത്രി വ്രതം അറിഞ്ഞോ അറിയാതെയോ ശിവരാത്രി വ്രതം ആചരിച്ചാൽ നമ്മളുടെ ഉള്ളിൽ കരുണ എന്ന വികാരം, കരുണ എന്ന ചിന്ത, സഹജീവികളോടുള്ള സ്നേഹം എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? ഭക്തി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം. അറിയാതെ ചെയ്യുന്ന കാര്യമായാലും ചെയ്യുന്ന കാര്യം നന്മയുള്ളതാണെങ്കിൽ, മറ്റുള്ളവരെ സഹായിക്കാനുള്ളതാണെങ്കിൽ ശരിക്കും അതിനൊരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും, ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും. അറിയാതുള്ള പ്രവൃത്തി ആയിരിക്കാം, പക്ഷെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ, നമ്മളുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരെ നമ്മളായിട്ട് തന്നെ കരുതി, നമ്മൾ എങ്ങനെയാണോ നമ്മളെ കരുതുന്നത്, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാ? നമ്മളെ തന്നെയാ. ആ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ നമ്മളുടെ കൂടെയുള്ളവരെയും സ്നേഹിച്ച് ഭക്തി മാർഗത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് വേട്ടക്കാരൻ അപ്പോ ചെയ്തത്. കാരണം വേട്ടക്കാരൻ ആ മാൻ മക്കളെ കാണുമെന്ന് പറഞ്ഞപ്പോ വേട്ടക്കാരൻ ചിന്തിച്ചത് അവനവന്റെ മക്കളെ കുറിച്ചാ, വേട്ടക്കാരന്റെ മക്കളെ കുറിച്ചാ. അയ്യോ, എന്റെ കുഞ്ഞുങ്ങളും എന്നെ കാണാൻ ആഗ്രഹിച്ചിരിക്കുമായിരിക്കുമല്ലോ എന്നൊരു കരുണയാ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇത് 3 കഥകളാണ്, 3 ഐതിഹ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് ശിവലിംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് പറയാതെ വയ്യ. ലിംഗോത്ഭവ കഥ. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ
അരൂപ സാകാര പ്രതീകമാണ്. ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം അടയാളമെന്നും ചിഹ്നമെന്നും പ്രതീകമെന്നും ഒക്കെയാണ്. അപ്പോ ശിവന്റെ അനന്തമായ സാന്നിധ്യമാണ് ശിവലിംഗത്തിലൂടെ കാണുന്നത്. ശിവലിംഗത്തിന് മുകളിലോട്ടൊരു ഭാഗമുണ്ട്, താഴോട്ടുള്ള ഭാഗമുണ്ട്. ശിവലിംഗത്തിന്റെ മുകളിലോട്ടുള്ള ഭാഗം ശിവതത്വത്തെ, ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്, പുരുഷ ചൈതന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ താഴോട്ടുള്ള ഭാഗമായ പീഠം എന്ന് പറയുന്നത് ശക്തി തത്വമാണ്. ശക്തി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, അമ്മയാണ്, സ്ത്രീയാണ്. അപ്പൊ ഇവയുടെ ഒരു ഐക്യമാണ് സൃഷ്ടിയുടെ ഉറവിടം എന്ന് പറയുന്നത്. അതായത് ശിവനും ശക്തിയും ചേർന്നാണ് സകല സൃഷ്ടിയും ഉള്ളത്. ഈ ഒരു സന്ദേശമാണ് നമുക്ക് ശിവലിംഗം തരുന്നത്. ശിവലിംഗം ഒരു കല്ലോ ഒരു പ്രത്യേക രൂപമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. അതൊരു വിശ്വ ചൈതന്യമായിട്ടാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ശിവലിംഗത്തിൽ നമ്മൾ വിവിധ തരം അഭിഷേകങ്ങൾ കഴിക്കുന്നത്. അനന്തതയുടെ പ്രതീകമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ തുടക്കവും അവസാനവും ഇല്ലാത്ത രൂപമാണ് ശിവലിംഗം. അപ്പോ ദൈവത്തിന് ഒരു തുടക്കമോ അവസാനമോ ഒന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ഒന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. എല്ലായിടത്തും അതിന്റെ സാന്നിധ്യമുണ്ട്. നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. കാണുന്നതൊന്നുമല്ല, അനുഭവിച്ചറിയുന്നതാണ് ഈശ്വരൻ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പരമശിവനെ പരബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഈ ശിവലിംഗം ഉണ്ടായ കഥ അല്ലെങ്കിൽ അനന്തമായ ഒരു അഗ്നിസ്തംഭമായി ശിവലിംഗം പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവമുണ്ട്. നമുക്ക് ത്രിമൂർത്തികളെ അറിയാം, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ, അല്ലെ? അതില് ബ്രഹ്മാവും വിഷ്ണുവും തമ്മില് ഒരു വലിയ തർക്കം ഉണ്ടായി. ആര് തമ്മിലും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷ് ആണേ, മനുഷ്യർക്കുണ്ടാവുമല്ലോ. അതുപോലെ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ചെറിയൊരു ഈഗോ ക്ലാഷ്. എന്താ അത്? ആരാ വലുത്? നമ്മളിൽ ആരാണ് ശ്രേഷ്ഠൻ? അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഞാനാണ് സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് മെച്ചം. അപ്പോ വിഷ്ണുവിന് അത് സഹിച്ചില്ല. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, സൃഷ്ടിക്കുന്നത് താനായിരിക്കും, പക്ഷെ രക്ഷിക്കുന്നത് ഞാനാ. അപ്പൊ രക്ഷകനായ ഞാനല്ലേ വലുത്? ഇങ്ങനെ ഭയങ്കര തർക്കമായി. തർക്കമൊക്കെ മൂർച്ഛിച്ചു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളായി, പ്രശ്നങ്ങളായി. യുഗാന്തരങ്ങളോളം ഇവരുടെ തർക്കം നീണ്ടു നിന്നു. ഈ തർക്കം നീണ്ടു നിൽക്കുമ്പോ എന്തുവാ പ്രശ്നം എന്നറിയാവോ? ഈ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ ജോലിയും ചെയ്തില്ല, വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ ജോലിയും ചെയ്തില്ല. അതായത് സൃഷ്ടിയും ചെയ്തില്ല, സ്ഥിതിയും ചെയ്തില്ല. ത്രിലോകങ്ങളും ആകെ പ്രശ്നത്തിലായി. കാരണം അവരവരുടെ ജോലി ചെയ്യുന്നില്ലല്ലോ. വിഷ്ണു ഭഗവാനും ബ്രഹ്മ ഭഗവാനും തമ്മില് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവനവന്റെ ജോലി പൂർണ്ണമായും ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഈ ഒരു അവസരത്തില് ലോകം പരമശിവനെ അഭയം പ്രാപിച്ചു. ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു പരിഹാരം നേടണം, പരിഹാരം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പരമശിവന്റെ അടുത്തേക്ക് ലോകം മൊത്തത്തിലെത്തി. പെട്ടെന്ന് വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും മുമ്പിലേക്ക് ഒരു അഗ്നിഗോളമായി, അഗ്നിസ്തംഭമായി ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ അഗ്നിസ്തംഭം വന്നപ്പോ തന്നെ അവിടെ കോടാനുകോടി സൂര്യന്മാരുടെ പ്രകാശം സർവലോകത്തെയും പ്രകാശപൂരിതമാക്കിക്കൊണ്ടാണ് ആ അഗ്നിസ്തംഭം ഉത്ഭവിച്ചത്. അഗ്നിസ്തംഭത്തോടൊപ്പം ഒരു അശരീരിയും ഉണ്ടായിരുന്നു. ഈ ജ്വാലയുടെ, ഈ അഗ്നിസ്തംഭത്തിന്റെ ആരംഭവും അവസാനവും ആദ്യം ആര് കണ്ടെത്തുന്നു അവനാണ് വലിയവൻ എന്നായിരുന്നു ആ അശരീരി. ഭയങ്കര സന്തോഷമായി ബ്രഹ്മാവിനും വിഷ്ണുവിനും. ഇതിന്റെ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ പോയി ആദ്യമോ അവസാനമോ ആദ്യം കണ്ടെത്തിയാൽ മതിയല്ലോ. ഫസ്റ്റ് അടിച്ചാൽ മതി. ആദ്യം കണ്ടെത്താനോ അവസാനം കണ്ടെത്താനോ ഫസ്റ്റ് അടിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്തു? നമ്മളുടെ ബ്രഹ്മഭഗവാൻ ഒരു ഹംസത്തിന്റെ രൂപമെടുത്ത് മുകളിലേക്ക് പോയി, മുകൾ ഭാഗത്തിന്റെ എൻഡ് കണ്ടെത്താൻ വേണ്ടി. അതേസമയം തന്നെ മഹാവിഷ്ണു വരാഹത്തിന്റെ രൂപമെടുത്ത് താഴോട്ടും പോയി. ആ താഴോട്ട് പോയാലും ഏതെങ്കിലും ഒരു എൻഡ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവർ രണ്ടുപേരും കാലങ്ങളോളം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോയിക്കൊണ്ടിരുന്നു. മുകളിലോട്ട് പോയ ആൾക്ക് ഒരൊന്നും കണ്ടെത്താൻ പറ്റിയില്ല, താഴോട്ട് പോയ ആൾക്കും ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം വിഷ്ണു ഭഗവാൻ തിരിച്ചറിഞ്ഞു, ഒരു രക്ഷയില്ല, എനിക്കിതിന്റെ അഗ്രം കണ്ടെത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ആര്? വിഷ്ണു ഭഗവാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല, താഴോട്ട് പോയിട്ട് എനിക്കൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴാണ് ബ്രഹ്മദേവന്റെ വരവ്. ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ കണ്ടു,
മുകളില് അഗ്നി സ്തംഭത്തിന്റെ മുകൾ ഭാഗം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ ബ്രഹ്മാവ് ഒരു ചെറിയ കള്ളം പറഞ്ഞതാ. ബ്രഹ്മാവിന് അത് കണ്ടെത്താനൊന്നും പറ്റിയില്ല. ഹംസമായിട്ടാണ് അദ്ദേഹം മുകളിലോട്ട് പോയത്. അപ്പോഴാണ് പെട്ടെന്ന് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞത്, ഞാനാണ് ആദിയും അന്തവുമില്ലാത്ത പരമമായ ശക്തി. സൃഷ്ടിക്കും രക്ഷയ്ക്കും നാശത്തിനും മേൽ കുടികൊള്ളുന്ന ശക്തിയാണ് ശിവത്വം. അപ്പൊ അവർക്ക് മനസ്സിലായി നിസ്സാരമല്ല ഈ അഗ്നിസ്തംഭമെന്ന്. ശിവഭഗവാന്റെ മായയാണ് കാണുന്നത് എന്നും മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും മനസ്സിലായി. അതുപോലെ തന്നെ ആ സമയത്ത് വിഷ്ണുവിന്റെ സത്യസന്ധതയെ ശിവഭഗവാൻ പരമശിവൻ പ്രശംസിക്കുകയും ബ്രഹ്മാവിന്റെ അസത്യത്തിന് ഒരു ചെറിയ ശിക്ഷ കൊടുക്കുകയും ചെയ്തു. നിനക്ക് ഭൂമിയിൽ പൂജ ഉണ്ടാവുകയില്ല എന്നാണ് ആ ശാപം. ബ്രഹ്മാവിനെ ശപിച്ചത് അങ്ങനെയാണ്. അപ്പോ ശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട രാത്രിയാണ് മഹാശിവരാത്രി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ മൊത്തം ഇവിടെ പറഞ്ഞത് 4 തരത്തിൽ 4 ഐതിഹ്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലിംഗോത്ഭവ കഥയിലെ ആ ഒരു കഥയുടെ പാഠം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അഹങ്കാരം പാടില്ല, അല്ലെ? മനുഷ്യര് തമ്മിലായാലും ദൈവങ്ങൾ തമ്മിലായാലും എന്ത് പാടില്ല? അല്പം പോലും അഹംഭാവം, ഞാൻ എന്ന ഭാവം പാടില്ല. അത് വിഷ്ണു ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ആരായിക്കോട്ടെ. ശിവഭഗവാൻ ഇതിനും മേലെയാണ്, അല്ലെ? ഞാൻ സൃഷ്ടിച്ചു, ഞാൻ സംരക്ഷിച്ചു എന്നൊന്നും പറയാൻ ആർക്കും അവകാശമില്ല. സൃഷ്ടിയും സൃഷ്ടികർമ്മവും അതുപോലെ തന്നെ സ്ഥിതി കർമ്മവും ഒക്കെ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പൊ അതിനെ അഹങ്കാരത്തോടുകൂടി ഞാനാണത് ചെയ്തത്, ഞാനാണിത് ചെയ്തത്, ഞാൻ ഇത്രയും കാലം ഇത് ചെയ്തല്ലോ, ഇങ്ങനെ ഒന്നും അഹങ്കരിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ മറ്റൊന്നാണ് സത്യം പറയുക എന്നത്. ഏത് സാഹചര്യത്തിലായാലും അസത്യത്തിലേക്ക് നമ്മൾ പോവരുത്. സത്യം മാത്രമേ പറയൂ, അത് ഏത് ഘട്ടമായാലും. അതുപോലെ ആദിയും അവസാനവും ഇല്ലാത്ത പരബ്രഹ്മമാണ് പരമശിവനെന്ന് നമുക്ക് മനസ്സിലായി. അനന്തതയുടെ പ്രതീകമാണ്, ശിവശക്തിയുടെ പ്രതീകമാണ് ശിവലിംഗം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഐതിഹ്യങ്ങളിലൂടെ നമ്മള് വിവിധ തരത്തിലുള്ള പുരാണ കഥകൾ കേട്ടതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ ഉപയോഗിക്കേണ്ട ദിവസമാണ് മഹാശിവരാത്രി എന്നാണ്. അപ്പൊ ഞാനീ പറഞ്ഞതൊക്കെ പുരാണ കഥകൾ മാത്രമാണോ? ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് 4 ജീവിത പാഠങ്ങൾ, 4 അല്ല, ഒരുപാട് ജീവിത പാഠങ്ങളുണ്ട്. ജീവിത പാഠങ്ങളല്ലേ ഉൾക്കൊള്ളുന്നത്, അല്ലെ? ത്യാഗം പഠിപ്പിക്കുന്നുണ്ട്, ഭക്തിയും ക്ഷമയും, അതായത് ശിവപാർവതി വിവാഹത്തിലൂടെ ഭക്തിയും ക്ഷമയും അല്ലേ? ദീർഘകാലത്തോളം തപസ് ചെയ്താണ് പാർവതി ശിവനെ നേടിയെടുത്തത്. സമുദ്രമഥനം ത്യാഗമല്ലേ? എല്ലാവരുടെയും ത്യാഗമാണ് അവിടെയുള്ളത്. ലിംഗോത്ഭവ കഥ എന്തിനെ കാണിക്കുന്നതാണ്? വിനയമുണ്ടെങ്കിൽ എല്ലാമായി. ഇതൊക്കെ തന്നെയാണ് ശിവരാത്രിയുടെ സന്ദേശം എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകാൻ കഴിയുക? ശിവരാത്രി പോലെ നമുക്ക് സന്ദേശം നൽകുന്ന മറ്റൊരു ഉത്സവമില്ല, മറ്റൊരു പുരാണമില്ല എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് ശിവരാത്രി ആചാരങ്ങളിലേക്ക് പെട്ടെന്നൊന്ന് കടന്നു പോകാം. ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആചാരങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ശരിക്കും പറഞ്ഞാൽ ഓരോ ആചാരത്തിന്റെയും പിന്നില് ഓരോ എയിമുണ്ട്, ഓരോ ലക്ഷ്യമുണ്ട്. അതില് ആദ്യത്തെ ആചാരമാണ് ഉപവാസം. ശരിയല്ലേ? ശിവരാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓർക്കുന്നത് എന്താ? ഉപവാസമാണ്. ഭക്ഷണം ഒഴിവാക്കുക, അല്ലെ? അപ്പൊ ഈ ദിവസം പല ആൾക്കാരും എന്ത് ചെയ്യും? പൂർണ്ണമായി ഭക്ഷണം ഒഴിവാക്കുന്നവരുണ്ട്, ഭാഗികമായിട്ട് ഒഴിവാക്കുന്നവരുണ്ട്, എന്ന് വെച്ചാൽ ലഘുഭക്ഷണം മാത്രമൊക്കെ കഴിച്ച് ജീവിക്കുന്നവരുണ്ട് ആ ദിവസം. അപ്പൊ ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒഴിവാക്കലാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ശരിക്കും ഭക്ഷണം ഒഴിവാക്കലല്ല അവിടെ കേട്ടോ. ദൈവത്തോട് ഏറ്റവും അടുത്ത് വസിക്കുക എന്നതാണ് ഉപവാസം എന്നതിന്റെ അർത്ഥം. ദൈവത്തോട് അടുത്ത് വസിക്കുക. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഈ ഹെവിനെസ് ഉള്ളപ്പോ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പൊ ശരീര സുഖങ്ങളെയൊക്കെ വിട്ട് മനസ്സിനെ പൂർണ്ണമായും ദൈവചിന്തയിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും ഉപവാസം അനുഷ്ഠിക്കുന്നത്. അല്ലാതെ ശരീരത്തെ പീഡിപ്പിക്കാനല്ല. അയ്യോ ശിവരാത്രി ആണല്ലോ, ഉപവസിക്കണമല്ലോ, അമ്മ പറഞ്ഞു ഉപവാസം എടുക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ ഉപവസിച്ചേക്കാം എന്ന് കരുതി ഉപവാസം എടുത്താൽ ശിവരാത്രിയുടെ യാതൊരു തരത്തിലുള്ള മഹാത്മ്യവും ഗുണവും നമുക്ക് കിട്ടത്തില്ല. ശിവരാത്രിയിൽ ഉപവസിക്കുന്നത് ആർക്ക് വേണ്ടിയാ? ശിവന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ശരീരത്തെ ലഘൂകരിക്കാനാണ്, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനാണ്,
നമ്മുടെ പ്രാർത്ഥന കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്, അല്ലെ? അപ്പൊ ഉപവാസം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, സർവ്വ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റും. പ്രാർത്ഥനയിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ദൈവത്തെ അടുത്തറിയാൻ പറ്റും. ഇന്ദ്രിയ നിയന്ത്രണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ശരിക്കും ശിവരാത്രിയിലെ ഉപവാസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. സെൽഫ് കൺട്രോൾ. ദേഷ്യം വന്നിങ്ങനെ വിറച്ചിരിക്കുന്ന നമുക്ക്, അല്ലെങ്കിൽ ചില സമയത്ത് ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ദൈവം വിചാരിച്ചാൽ പറ്റൂ? ഇല്ല, നമ്മൾ തന്നെ വിചാരിക്കണം. പക്ഷെ ദൈവത്തിന് അതിന് വഴി കാണിക്കാൻ പറ്റും, അല്ലെ? ഇങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ പ്രാർത്ഥിക്ക്, നീ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്ക്, ശരിയാവും. നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഇന്ന് നല്ല ഫുഡ് കഴിച്ചിരിക്കണം, ശിവരാത്രിയാണ്, നമ്മുടെ കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് അവധി ദിവസമാണ്. അപ്പൊ അവധി ദിവസമാണ്, അപ്പൊ പിന്നെ നല്ല കുറച്ച് ഫുഡൊക്കെ ഉറങ്ങാൻ പറ്റുന്ന ദിവസമാണ്. ആഗ്രഹമാ, അത്യാഗ്രഹമാ, അല്ലേ? ഈ ആഗ്രഹത്തെ നിയന്ത്രിക്കലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം, ആത്മനിയന്ത്രണം, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉപവാസം എന്ന ഒരൊറ്റ ആചാരം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്തൊക്കെ ലഹരികളാ സത്യം പറഞ്ഞാൽ നമുക്കുള്ളത്, അല്ലെ? നമ്മുടെ പുതുതലമുറ ശരിക്കും കൂടുതലും മൊബൈൽ യൂസ് ചെയ്യുന്നു. നമ്മളും യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമ്മൾ അതിന് അഡിക്റ്റ് അല്ല. പുതുതലമുറയിൽ എവിടെയെങ്കിലും നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയാൽ ആദ്യം കാണുന്ന എന്താ? മൊബൈൽ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ. ചിലപ്പോൾ നമ്മൾ ഉൾപ്പെടെയും ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകും. കുട്ടികളുടെ മറ്റൊരു പരിപാടി ഗെയിമിംഗ് ആണ്, അല്ലെ? സോഷ്യൽ മീഡിയ. അങ്ങനെ ഇഷ്ടം പോലെ അനാരോഗ്യകരമായ ശീലങ്ങളുണ്ട് നമുക്ക്. ഇതൊക്കെ ഒരു ദിവസത്തേക്കൊന്ന് മാറ്റിവെച്ച് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ ഉപവാസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സിന്റെ ഓണർ ആരാണെന്ന് അറിയാവോ? നമ്മളാ. മനസ്സ് യജമാനനാകരുത്, നമ്മളാണ് മനസ്സിന്റെ യജമാനനാകേണ്ടത്. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? മനസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുരങ്ങനെ പോലെയാണെന്ന് പറയും. സൈക്കോളജി ഒക്കെ പഠിച്ചവർക്ക് അറിയാം, മനസ്സൊരു കുട്ടിക്കുരങ്ങനെ പോലെയാ. എപ്പോ വേണേലും അങ്ങോട്ടും ചാടാം ഇങ്ങോട്ടും ചാടാം. ചിലരെ കാണുമ്പോ സന്തോഷം തോന്നും, ചിലരെ കാണുമ്പോ ഒരു കാര്യവും ഇല്ലാതെ നമുക്ക് ദേഷ്യം തോന്നും. ഒരു കാര്യവും ഇല്ല, അവര് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. എനിക്ക് അവരുടെ ആ പോക്ക് അത്ര പിടിച്ചില്ല, എനിക്ക് അവരുടെ രൂപം അത്ര പിടിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്തൊരു ജാടയാ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ആരാ ഇങ്ങനെ തോന്നിപ്പിക്കുന്നത്? നമ്മുടെ മനസ്സാണെന്നേ. അതായത് നമുക്ക് അവിടെ മനസ്സിന് മേലൊരു കൺട്രോൾ ഇല്ല. മനസ്സ് പറയുന്നത് പോലൊക്കെ ചാടിത്തുള്ളി പോയാലേ ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഇല്ലാതെയാവും. അവിടെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ധ്യാനം പരിശീലിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, ആത്മനിയന്ത്രണത്തിന് വേണ്ടിയാ. ചില രോഗങ്ങളൊക്കെ നമുക്കുണ്ടാവും. അയ്യോ എനിക്ക് വയ്യായേ, ആദ്യം അങ്ങനെ ആരാ പറയുന്നതെന്നറിയാവോ? നമ്മുടെ മനസ്സാ. എനിക്ക് വയ്യ, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, ഞാൻ കിടക്കുവാ. കിടക്കുവാന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. നമ്മുടെ മനസ്സ് പറയാ ഞാൻ കിടന്നാ പോരാ, എഴുന്നേക്കണം, എനിക്ക് കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്, എനിക്ക് എന്റെ വീട്ടിലെ ഭക്ഷണം പാചകം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ നോക്കാനുണ്ട്, എനിക്ക് കുട്ടിയെ കൊണ്ടുവിടാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചാൽ ഓരോ കോശങ്ങളിലും ഊർജ പ്രവാഹമുണ്ടായി നമ്മളുടെ ശരീരം ഉണർവോടുകൂടി പ്രവർത്തിക്കുമെന്നാണ്. അപ്പൊ രോഗങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ മനസ്സിനെ കൺട്രോൾ ചെയ്താൽ മതി. നമ്മൾ രോഗിയാണ് എന്ന് നോക്കാതിരുന്നാൽ മതി, രോഗിയാണെന്ന് ചിന്തിക്കാതിരുന്നാൽ മതി, നമ്മൾ വലിയ ആളാണെന്ന് ഭാവിക്കാതിരുന്നാൽ മതി. വലിയ ആളാണെന്ന് ഭാവിപ്പിക്കുന്നത് ആരാ? മനസ്സല്ലേ? അപ്പോ മനസ്സ് എന്ന് പറയുന്നതിന്റെ യജമാനൻ നമ്മളായിരിക്കണം. മനസ്സ് നമ്മളെ ഭരിക്കാൻ പാടില്ല, നമ്മൾ മനസ്സിനെയാണ് ഭരിക്കേണ്ടത്. ഇതിനു വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഉപവാസം. ഉപവാസം കൊണ്ട് മാത്രം ഇത് സാധിക്കില്ല, ഉപവാസം ഇതിന്റെ ഒരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്താണെന്നറിയാവോ? ജാഗരണം. ജാഗരണം എന്ന് പറഞ്ഞാല് ആത്മീയമായ ഉണർവെന്നാണ് അതിന്റെ അർത്ഥം. രാത്രി മൊത്തം ഉറങ്ങാതെ ശിവധ്യാനത്തിൽ ഇരിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് ജാഗരണം. വെറും ഉറങ്ങാതിരിക്കലല്ല കേട്ടോ അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അറിവില്ലായ്മയുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിവരക്കേടുകളുടെ കൂമ്പാരമാണ് നമ്മൾ, അല്ലെ? ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിക്കും, എന്നിട്ട് നമ്മൾ അങ്ങ് പറയും ഇതാ ശരി, ഇങ്ങനെ ശരിയുള്ളൂ, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഇത്തരം വിവരക്കേടുകളെയൊക്കെ മാറ്റി, സ്വാർത്ഥതയൊക്കെ മാറ്റി ദൈവത്തെ കൂടുതൽ അടുത്ത് അറിയാനുള്ള ഒരു ആചാരമാണ് ജാഗരണം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പുതിയ തലമുറയ്ക്ക്, നമുക്കായാലും പുതിയ തലമുറ എന്നൊന്നും പറയാനില്ല, എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ പോകണമെന്നും അറിയില്ല, എന്താ പ്രത്യേകിച്ച് ജീവിത ലക്ഷ്യമുണ്ടോ അറിയില്ല. ഞാൻ കോളേജിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പിള്ളേരോടൊക്കെ ചോദിക്കും എന്താ നിങ്ങളുടെ ആഗ്രഹം, എന്താവണം എന്നാ?
അപ്പോ ഒരു 99.9% ആൾക്കാരും കുട്ടികൾ പറയുന്നത് എന്താണെന്നറിയോ? തീരുമാനിച്ചിട്ടില്ല. ഓ, അങ്ങനൊക്കെ അങ്ങ് പോകുന്നു. തീരുമാനിച്ചിട്ടില്ല. ആര് തീരുമാനിക്കും? ആരെങ്കിലും വന്ന് പറയുവോ നമ്മളോട് ഇന്നതാവണം, ഇങ്ങനെയൊക്കെ ആകണം എന്ന്? തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെ? നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവരുടെ കയ്യിലല്ല, മറ്റുള്ളവർ പറയുന്നതിലുമല്ല, നമ്മുടെ ഉള്ളിലാണ് ലക്ഷ്യം. നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാലേ അത് കിട്ടുകയുമുള്ളൂ. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ധ്യാനവും ആത്മചിന്തയും ഒക്കെ നൽകുന്ന ഒരു ആചരിക്കലാണ് ജാഗരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ജാഗരണത്തിന്റെ, ഉണർന്നിരിക്കലിന്റെ ഒരു ആത്മീയ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ 3 തരത്തിലുള്ള പ്രാധാന്യമാണ് അതിനുള്ളത് കേട്ടോ. ആത്മീയ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ ശിവനാമ സ്മരണ, ഭജന, ധ്യാനം, ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുമല്ലേ? രാത്രി മൊത്തം നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ്. അതിന്റെ മാനസിക പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് കൺട്രോൾ കിട്ടും. അതിന്റെ ഒരു സാംസ്കാരിക പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ ഉള്ള ഒരു പവർ, ഭജന പാടുമ്പോൾ ഉണ്ടാകുന്ന പവർ ഇല്ലേ, ആ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ, അല്ലെ? ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ശക്തിയുണ്ട്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയാണ് ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരം ശിവകഥകളൊക്കെ കേട്ട് ഭജന, കീർത്തനം ഒക്കെ പാടി ഇരിക്കുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബോണ്ടിങ് ഉണ്ടാവും. ഇതാണ് ഈ ജാഗരണത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ശിവരാത്രിയാന്ന് വിചാരിച്ച് രാത്രിയിൽ ഉറക്കളയ്ക്കണം, ശിവരാത്രി ദിവസം ഉറക്കളയ്ക്കണമെന്നാണ് ഐതിഹ്യം. എന്നാ പിന്നെ TV ഒക്കെ കണ്ട് ഉറക്കളച്ചേക്കാം, വല്ല കാര്യമുണ്ടോ? കുറച്ചു നേരം മൊബൈൽ കണ്ട് ഉറക്കളച്ചേക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് 12 മണി കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ എന്ന് കരുതി 12 മണി വരെ ഉറങ്ങാതിരിക്കുക. ഇതല്ല ശിവരാത്രിയുടെ ജാഗരണം എന്ന് പറയുന്നത്. ഉണർന്നിരിക്കുന്ന സമയം എത്രയുണ്ടോ അത്രയും സമയം നല്ലത് മാത്രം ചിന്തിക്കുക, നാളെ ചെയ്യാനുള്ള നന്മകളെ കുറിച്ച് ഓർക്കുക, ഇതുവരെ ചെയ്ത തെറ്റുകളെ തിരുത്താനുള്ള അവസരമായി അതിനെ കാണുക, ഇതുവരെയുള്ള തെറ്റുകളെ പശ്ചാത്തപിക്കുക. ഇതാണ് ജാഗരണത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ശിവരാത്രിയുടെ ആചാരങ്ങളിൽ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഉപവാസം എടുക്കുക എന്നതും മറ്റൊന്ന് ശിവരാത്രി ദിവസം ജാഗരണം എടുക്കുക എന്നുള്ളതും, അതായത് ഉറങ്ങാതിരിക്കുക എന്നുള്ളതും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആചാരം നമുക്കറിയാവുന്ന അഭിഷേകം. അത് ആചാരം അല്ലെ, നമ്മൾ ചെയ്യുന്നതാണ്. ശിവലിംഗ ആരാധനയാണ്. ഇഷ്ടംപോലെ ദ്രവ്യങ്ങൾ നമ്മൾ അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ശിവനെ സന്തോഷിപ്പിക്കാൻ വലിയ സമർപ്പണങ്ങളുടെ ആവശ്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ലളിതമായ വസ്തുക്കൾ കൊണ്ട്, ലളിതമായ വസ്തുക്കൾ ഭക്തിയോടെ സമർപ്പിച്ചാൽ ശിവാരാധനയായി. വെള്ളം, ജലധാരയില്ലേ, നമ്മൾ ചെയ്യാറുള്ളതല്ലേ ജലധാര? എന്തോ ജലധാര എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ടുള്ള അഭിഷേകമാണ്. മനസ്സിന്റെ ശുദ്ധിയും പാപനിവൃത്തിയും ഒക്കെയാണ് ജലധാര കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ജീവിതത്തില് സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമാകണം, അല്ലെ? ജീവിതം വളരെ ശുദ്ധമാകണം. അപ്പൊ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി, അഴുക്കിനെയൊക്കെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ജലധാര നമ്മൾ നടത്തുന്നത്. ശിവലിംഗത്തില് ജലധാര നടത്തുമ്പോൾ അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലേക്കാണ് ജലം വീഴുന്നത് എന്ന് സങ്കല്പിക്കുക. ആ പൂജ ചെയ്യുമ്പോ, ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ നമ്മൾ കൂടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? നമ്മളുടെ ശരീരത്തിലെ പാപങ്ങളും അഴുക്കുകളും, നമ്മളുടെ ശരീരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന, ശരീരത്തിലെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പാപങ്ങളും മാറി ജീവിതം ശുദ്ധമാകണേ എന്നാണ് ജലധാരയിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. പാലുകൊണ്ട് ധാര ചെയ്യാറുണ്ട്. സ്നേഹവും മാതൃത്വവും കരുണയും ഒക്കെയാണ് നമ്മളെ പാലുകൊണ്ടുള്ള ധാരയിൽ ക്ഷീരധാര എന്ന് നമ്മൾ പറയും. അവിടെ അതാണ് പ്രാധാന്യം. തൈര് കൊണ്ട് ധാര ചെയ്യാറുണ്ട്. ആരോഗ്യവും ശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന വസ്തുവാണ് തൈര് എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ സമാധാനമൊക്കെ ഉണ്ടാകാനായിട്ട് തൈര് കൊണ്ടുള്ള അഭിഷേകം. മറ്റൊന്ന് നെയ്യ്. ഏറ്റവും നല്ല വിളക്ക് നെയ് വിളക്കാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? നെയ് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേക ശോഭയാണ്, അല്ലെ? നമ്മുടെ വീട്ടിൽ തന്നെയും നെയ് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്വസ്ഥതയാണ്. ഇരുട്ടങ്ങ് മാറി, അജ്ഞാനം മാറി ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒന്നാണ് നെയ്യ്. അപ്പൊ നെയ്യ് കൊണ്ടുള്ള അഭിഷേകം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നൊന്ന് നോക്കിക്കേ. മറ്റൊന്ന് തേനാണ്. തേൻ എന്തിന്റെ പ്രതീകമാ? നല്ല മധുരത്തിന്റെ പ്രതീകമാണ്. അപ്പൊ നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം എങ്ങനെയുള്ളതാകണം? മധുരതരമാകണം എന്നുള്ളതാണ് ആ അഭിഷേകത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഈ ശിവാരാധന എല്ലാം ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളോട് ദേഷ്യപ്പെടുന്നു, നമ്മളുടെ സബോർഡിനേറ്റ്സിനോട് ദേഷ്യപ്പെടുന്നു, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാരണം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? നമുക്ക് പറയാനുള്ള എതിർപ്പുകൾ പറയാം, പക്ഷെ മധുരതരമായി പറയുക. അപ്പൊ തേൻ എന്നത് മധുരത്തിന്റെ പ്രതീകമാണ്.
ചുരുക്കം പറഞ്ഞാൽ പിന്നെ വേറൊരു പ്രധാന കാര്യമുണ്ട്. ഇളനീര്, കരിക്കും വെള്ളം കൊണ്ടുള്ള അഭിഷേകം ചെയ്യാറുണ്ട്. മനസ്സിന്റെ ശുദ്ധിയും ശാന്തിയും ഒക്കെ നിലനിർത്താനാണ് കരിക്കും വെള്ളം കൊണ്ടുള്ള അഭിഷേകം. പിന്നുള്ളത് കൂവളത്തില, ബില്ലുപത്രം എന്ന് പറയും. ബില്ലുപത്രം എന്നാണ് അതിന് ശരിക്കും പറയുക. അതുകൊണ്ടുള്ള കൂവളത്തില കൊണ്ടുള്ള അഭിഷേകം. കൂവളത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? 3 ഇലകളാണ് കൂവളത്തിനുള്ളത്. ഈ 3 ഇലകളുടെ പ്രാധാന്യം എന്താണെന്നറിയോ? സൃഷ്ടിയും നിലനിൽപ്പും സംഹാരവും എല്ലാം ഒരേ പരമശക്തിയുടെ രൂപങ്ങളാണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒന്നാണ് ബില്ലുപത്രം. അതായത് ആ 3 ഇലകൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ പ്രതീകങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂവളത്തില കൊണ്ട് അഭിഷേകം ചെയ്യുന്നത്. ഈ കൂവളത്തില കൊണ്ടുള്ള അഭിഷേകം, കൂവളത്തില പരമശക്തിയുടെ പ്രതിരൂപമാണ്. മറ്റൊന്ന് ചന്ദനം കൊണ്ടുള്ള അഭിഷേകമാണ്. ചന്ദനം നമ്മുടെ നെറ്റി തൊടുന്നത് എന്തിനാണെന്നറിയോ? ശാന്തമാകാൻ, നമ്മളുടെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ, ചിന്തകളെ ശാന്തമാക്കാൻ. നല്ല തലവേദന എടുക്കുമ്പോ നമ്മള് ചന്ദനം കൊണ്ട് ചന്ദനം നെറ്റിയിൽ പൂശിയിടാറില്ലേ? അപ്പോ ശാന്തതയും തണുപ്പും നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന ഒന്നാണ് ചന്ദനം. അതാണ് അതിന്റെ പ്രതീകം. ഭസ്മാഭിഷേകം ചെയ്യാറുണ്ട് അല്ലെ? വിഭൂതി. അതെന്താ? ഇതുവരെ പറഞ്ഞതിനകത്തുനിന്നൊക്കെ വ്യത്യസ്തമാണ്. ശിവൻ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? ഭസ്മ അഭിഷേകിതനായ പരമശിവനാണ്. ജീവിതത്തിന്റെ നശ്വരതയാണ് അത് സൂചിപ്പിക്കുന്നത്. അഹങ്കരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അവസാനം നമ്മൾ എന്താകും? ചാരമാകും അല്ലെ? ഈ വിഭൂതി ശരീരത്തിലേക്ക് വാരി പൂശുക എന്ന് പറഞ്ഞാൽ എന്താണ്? നശ്വരമായ ജീവിതം. എന്തിനാണ് മനുഷ്യ നീ അഹങ്കരിക്കുന്നത്? വിനയത്തോടുകൂടി ജീവിക്കൂ. നിനക്ക് അനുവദിച്ചിരിക്കുന്ന കുറച്ച് നാളുകൾ അതീവ വിനയത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കൂ എന്നാണ് ഭസ്മാഭിഷേകത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ അഭിഷേക വസ്തുക്കൾ വെറും സാധനങ്ങളൊന്നുമല്ല, ഇതെല്ലാം ജീവിത മൂല്യങ്ങളാ. ഈ അവിടെ പോയി അമ്പലത്തിൽ പോയി റെസിപ്റ്റ് എടുത്ത് ഈ അഭിഷേകം നടത്തിയേക്കെന്നും പറഞ്ഞ് തിരിച്ചു പോരുകയല്ല നമ്മൾ വേണ്ടത്. അവിടെ നിന്ന് അതോടൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാകുന്നതായി നമ്മൾ സങ്കല്പിച്ച് അതിലേക്ക് നമ്മൾ ഇഴുകിച്ചേരുകയാണ് വേണ്ടത്. അപ്പൊ അഭിഷേകം ഒരു പുറം പൂജ മാത്രമല്ല, ഒരു പൂജാരി ചെയ്തു പോകേണ്ട ഒന്നല്ല അഭിഷേകം എന്ന് പറയുന്നത്. അത് ശുദ്ധീകരണമാണ്. അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ശിവലിംഗത്തിൽ ഇത് ഒഴിക്കണം എന്നല്ല പറഞ്ഞു, മറ്റൊരാൾ ഒഴിച്ചോട്ടെ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ സങ്കല്പിക്കണം, നമ്മളാണ് ജലധാര ചെയ്യുന്നത്, നമ്മളാണ് ക്ഷീരധാര ചെയ്യുന്നത്, നമ്മളാണ് ഭസ്മാഭിഷേകം ചെയ്യുന്നത് എന്നൊക്കെ സങ്കല്പിച്ച് നമ്മുടെ മനസ്സിൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയെയും മാറ്റി സ്വസ്ഥമാകുക. പിന്നീട് നമ്മൾ നമഃശിവായ ജപിക്കാറുണ്ട് അല്ലെ? നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രമാണ്. ഈ മന്ത്രം ശിവന്റെ തത്വത്തെ, ശിവതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓം പരബ്രഹ്മത്തിന്റെ നാമമാണ് അല്ലെ? നമ, നമസ്കാരം, സമർപ്പണം. ശിവായ, ശിവനോടുള്ള സമർപ്പണം. പരബ്രഹ്മത്തെ ഞാൻ നമസ്കരിക്കുന്നു, പരമശിവനെ ഞാൻ നമസ്കരിക്കുന്നു. അതാണ് ഓം നമഃശിവായയുടെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ സമയമെടുക്കും. വളരെ ഡീപ്പായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമഃശിവായ എന്ന, ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പ്രാധാന്യം. അത്രയും ഡെപ്തിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. 5 അക്ഷരങ്ങൾ 5 ഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം ശരിക്കും നമ്മളെ പ്രകൃതിയോട് ബന്ധപ്പെടുത്തുക ചെയ്യുന്നത്. വിഷമിച്ച് നമുക്ക് ഇനി ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന് ഒരു 108 പ്രാവശ്യം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചേ, ഓം നമഃശിവായ ജപിച്ച് നോക്കിക്കേ. ഇതുപോലൊരു ഫീല് നമുക്ക് പിന്നെ വേറെ ഒരിടത്തും കിട്ടത്തില്ല. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. ശിവരാത്രി ദിവസം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാലുള്ള പ്രത്യേകത എന്താണെന്നറിയോ? 100 കണക്കിന് ദിവസങ്ങൾ 100 കണക്കിന് പ്രാവശ്യം മന്ത്രം ജപിക്കുന്നതിന് തുല്യമാണ് ശിവരാത്രി ദിവസം ഒറ്റ പ്രാവശ്യം ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ. മറ്റൊരു പ്രധാന മന്ത്രം എന്താണെന്നറിയോ? മഹാമൃത്യുഞ്ജയ മന്ത്രമാണ്. ഓം ത്രയംബകം യജാമഹേം സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. കേട്ടിട്ടുണ്ടാവും. പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം പ്രാധാന്യമുള്ള മഹാമൃത്യുഞ്ജയ മന്ത്രം. ആയുരാരോഗ്യത്തിനും ഭയനിവാരണത്തിനുമാണ് ഇത് ജപിക്കുക. ആയുരാരോഗ്യം ഏറ്റവും പ്രധാനമാണ് നമുക്കല്ലേ? ഭയം, അതിനെ നിഗ്രഹിച്ചേ പറ്റൂ. പലതരത്തിലുള്ള ഭയങ്ങൾ നമുക്കുണ്ട്. ജോലി പോകുമോ എന്നുള്ള ഭയം, ഇനി എങ്ങനെ എന്നുള്ള ഭയം, ഭാവി എങ്ങനെയാണ് എന്നുള്ള ഭയം,
അയ്യോ എന്റെ മോന്റെ കാര്യം എന്താകും, എന്റെ മകളുടെ കാര്യം എന്താകും എന്നുള്ള ഭയം. അങ്ങനെ ഇഷ്ടം പോലെ ഭയങ്ങളാണ് നമുക്ക്. ഭയം ഒഴിഞ്ഞൊരു നേരം നമുക്കില്ല. ഈ ഭയം നമുക്ക് സ്വസ്ഥത തരത്തേയില്ല. എന്തിനാ ഭയക്കുന്നേ? നമ്മൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് വിചാരിച്ചിട്ടാണോ നമുക്ക് ഈ കുട്ടികൾ ഉണ്ടായത്? നമ്മൾ വിചാരിച്ചിട്ടാണോ നമുക്ക് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പഠിച്ചത്? നമ്മൾ വിചാരിച്ചിട്ടാണോ നമ്മൾ ഇങ്ങനെ ആയത്? നമ്മൾ ജനിച്ചപ്പോഴേ വിചാരിച്ചോ നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന്? ഒന്നും അല്ലല്ലോ. ഈശ്വരൻ നമ്മളെ ഇവിടേക്കൊക്കെ എത്തിച്ചതാ. അതുപോലെ ബാക്കിയുള്ളതും എത്തിച്ചോളും. ആ ഭയത്തെയും ഇത്തരത്തിലുള്ള ഭയങ്ങളൊക്കെ നിഗ്രഹിച്ചേ മതിയാകൂ. എങ്കിലേ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മരണസമയത്ത് പോലും നമ്മൾ അസ്വസ്ഥരായിരിക്കും. ഏത് സമയത്തും സ്വസ്ഥത നേടണമെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമോ ത്രയംബകം യജാമഹേ എന്ന മഹാമൃത്യുഞ്ജയ മന്ത്രമോ ജപിക്കാനാണ് നമ്മളുടെ പൗരാണികർ പറയുന്നത്. ഈ ശിവരാത്രി ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം സേവന പ്രവർത്തനങ്ങൾക്കും കൂടെയുള്ള ദിവസമാണ് അല്ലെ. അന്നദാനം ചെയ്യാം, ദരിദ്രർക്കുള്ള വസ്ത്രവിതരണങ്ങളൊക്കെ ചെയ്യാം, രക്തദാന ക്യാമ്പുകളൊക്കെ ചെയ്യാം. ഈ ഒരു ശിവരാത്രിയുടെ ഒരു മോഡേൺ വേർഷനാണ് ഞാൻ പറയുന്നത്. അതായത് മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു അവസരം. മാനവസേവ മാധവസേവ എന്ന് കേട്ടിട്ടുണ്ടാവും. മനുഷ്യൻ, നമ്മുടെ മുമ്പിലുള്ള മനുഷ്യനാണ് പ്രത്യക്ഷ ദൈവം അല്ലെ. കഷ്ടപ്പെടുന്ന മനുഷ്യനെ മാറ്റി നിർത്തി നമ്മൾ വഞ്ചിയിൽ കൊണ്ട് പൈസ ഇട്ടിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എന്ത് സംഭവമാണോ അത് കഷ്ടപ്പെടുന്നവർക്ക് നൽകുക. ഏതൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകളുണ്ട്? ഇഷ്ടം പോലെ കഷ്ടപ്പാടുകളുണ്ട്. പണം കൊണ്ട് ബുദ്ധിമുട്ട്, പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, മനസ്സിന് സന്തോഷമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ നോക്കിയാൽ അവരും ദരിദ്രരല്ലേ? സന്തോഷമില്ലാത്തവരുണ്ട്, അവര് ദരിദ്രരല്ലേ? കാരണം എന്താ പറയാ, സന്തോഷമില്ലായ്മ കൊണ്ടുള്ള ദാരിദ്ര്യം. അപ്പൊ സന്തോഷമില്ലാതെ അസ്വസ്ഥരായിട്ട് ജീവിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി 10 മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ അതും ഒരു സേവനമാണ്. പല വീടുകളിലും, ഇപ്പൊ കേരളത്തിന്റെ പല വീടുകളിലും ഇപ്പോ പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ കാണത്തുള്ളൂ. ചില വീടുകളിൽ അമ്മമാര് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഈ അമ്മമാർക്ക് ആരെങ്കിലും ഒന്ന് ചെന്നാൽ മതി. അവിടെ ഒരു 10 മിനിറ്റ് അവരോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. അപ്പൊ ഇതുവരെ നമ്മള് പിന്നെ എന്താ പറയുന്നത്, ഇപ്പൊ കാനഡയിലൊക്കെ ഉള്ള ആൾക്കാർ ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചില്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ സഹോദരിമാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ അങ്ങനെയുള്ളവരോടൊക്കെ ഒന്ന് സംസാരിക്കുക. മഹാശിവരാത്രിയാണ് എന്ന് പറഞ്ഞ് അവിടെ വിളിക്കണ്ടേ? അല്ല, എന്തുണ്ട് അമ്മേ, സുഖമാണോ, ഇന്നത്തെ ദിവസം അമ്മ എങ്ങനെയാ ചെയ്യുന്നേ, ഇത്രയൊക്കെ ഒന്ന് ചോദിച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമാ. ആ സന്തോഷം മഹാശിവരാത്രി ദിവസത്തിന്റെ സന്തോഷമായി നമുക്ക് വരും. ഒരു സേവനം തന്നെയാ അത്. അതായത് വിളിച്ച് 10 മിനിറ്റ് സംസാരിച്ച് ആ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്ന സേവനം നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തോളൂ, നമ്മൾ ധാരാളം പ്രാർത്ഥന ചെയ്തോളൂ, മന്ത്രങ്ങൾ ചെയ്തോളൂ. അതിലൊക്കെ ഉപരിയാണ് മാനവസേവ എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യനെ സേവിക്കുന്നതാണ് ശിവസേവ എന്ന് നമുക്ക് പറയാം. ക്ഷേത്ര ദർശനം വേണം, സേവന പ്രവർത്തനങ്ങൾ വേണം, മന്ത്രജപം വേണം. ഇതെല്ലാം ഒന്നിച്ചു ചേർന്നാൽ ശിവരാത്രി സമ്പൂർണമാകും. അപ്പൊ ഇതുവരെ പറഞ്ഞ 5 ആചാരങ്ങൾ എന്തിനൊക്കെയാന്ന് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. ഉപവാസം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണത്തിന് വേണ്ടിയാണ്. ജാഗരണം എന്ന് പറയുന്നത് ആത്മീയ ഉണർവിന് വേണ്ടിയാണ്. അഭിഷേകം ശുദ്ധീകരണത്തിനാണ്. മന്ത്രജപം ഏകാഗ്രതയാണ്. സേവനം സ്നേഹത്തിനാണ്. ഇവയെല്ലാം കൂടി ചേർന്നതാണ് ശിവരാത്രിയുടെ ആത്മീയ സന്ദേശം. ലളിതമായിട്ട് ജീവിക്കുക, വിനയത്തോടെ ജീവിക്കുക, ത്യാഗത്തോടെ ജീവിക്കുക, ത്യാഗം ചെയ്യാൻ വില്ലിങ് ആകുക, കരുണ ഉണ്ടാകുക, സമത്വത്തോടു കൂടി കാര്യം ചെയ്യുക. ജാതി, മതം, വംശം, പൈസ ഉണ്ട് പൈസ ഇല്ല, ജോലി ഉണ്ട് ജോലി ഇല്ല, ഭയങ്കര ഉയർന്ന പൊസിഷനാണോ ഉയർന്ന പൊസിഷൻ ഇല്ല, ഇങ്ങനെയുള്ള ആ ഒരു വ്യത്യസ്തതകളെ എല്ലാം മാറ്റി നിർത്തി എല്ലാവരെയും ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള, മുന്നോട്ട് കണ്ടുകൊണ്ട് പോകാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ശിവരാത്രി ദിവസം. അതുകൊണ്ട് നമുക്ക് പരസ്പരം ദേഷ്യമൊന്നും വേണ്ട, ദ്വേഷമൊന്നും വേണ്ട, അഹങ്കാരം ഒട്ടുമേ വേണ്ട. വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് ഒന്നിച്ച് ജീവിച്ചു പോവാം. ശരിക്കും ശിവതത്വത്തിന്റെ ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര സമ്മർദ്ദത്തിലാണ് അല്ലെ. സ്ട്രെസ്സാ. കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും പറയും അയ്യോ ഭയങ്കര സ്ട്രെസ്സാ, പഠിക്കുന്നതിന് സ്ട്രെസ്, ജോലിക്ക് സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സാ. പിന്നെ ഒന്ന് മത്സരമാ, കോമ്പിറ്റൻസി. നമ്മള് ചില ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ തേടി പോകുമ്പോൾ അവര് പറയും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളിനെ വേണം, കോമ്പറ്റേറ്റീവ് മൈൻഡുള്ള ആളിനെ വേണം, ഇങ്ങനെയൊക്കെ പറയും. മത്സരം. പിന്നൊന്ന് ഫിയർ, ഭയം. എല്ലാത്തിനോടും ഭയമാണ്. എനിക്ക് നാളെ എന്താകുമെന്നുള്ള ഭയം, ഇന്നെന്താകുമെന്നുള്ള ഭയം, അങ്ങനെ ധാരാളം ഭയങ്ങൾ. ആശങ്ക, ആങ്സൈറ്റി. ഈ 4 പ്രശ്നമാണ് ശരിക്കും പറഞ്ഞ മനുഷ്യൻ ഇന്നുള്ളത്.
എന്തൊക്കെയാ നമ്മുടെ 4 പ്രശ്നം? നമുക്ക് സ്ട്രെസ് ഉണ്ട്, നമുക്ക് മറ്റുള്ളവരോട് മത്സരിക്കാൻ ഒരു ത്വരയുണ്ട്, അവനേക്കാൾ മെച്ചമാകണം, അവനേക്കാൾ മെച്ചമുള്ള കുടുംബമാകണം. ഒരു കല്യാണം നടന്നാൽ പോലും അവന്റെ മകന്റെ കല്യാണത്തെക്കാൾ മെച്ചമാകണം എന്റെ മകളുടെ കല്യാണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു മത്സരത്തിന്റെ ഒന്നും ഒരു കാര്യവുമില്ല. പിന്നെ ഭയം, അത് തീർത്തും വേണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ ഒട്ടും ഭയത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള കേപ്പബിലിറ്റി ഈശ്വരൻ നമുക്ക് തന്നോളും. ഉത്കണ്ഠ ഒട്ടുമേ വേണ്ട. അപ്പൊ ശിവതത്വം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ധ്യാനം ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കുക, ലളിതമായി ജീവിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. അപ്പൊ ശിവനെ ആരാധിക്കുന്നത്, പരമശിവനെ ആരാധിക്കുന്നത് വെറും ഒരു പൂജയല്ല, നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ശിവ ആരാധന എന്ന് പറയുന്നത്. ശിവരാത്രി ഒരു മതാചാരമാണോ? ഹിന്ദു മതത്തിന് മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു ആചാരമാണോ? ഒന്നുമല്ല. അതൊരു ആഘോഷമാണോ? അതുമല്ല. ശിവരാത്രി ഒരു പാഠപുസ്തകമാണ്, ഒരു ആത്മപരിശീലനമാണ്, അതൊരു ജീവിത മാറ്റത്തിന്റെ അവസരമാണ്. ഇന്നത്തെ യുവജനങ്ങൾക്ക് വളരെയധികം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പൊ ജോലിയും സമ്മർദ്ദവും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാര് ഒരു ദിവസം ഈ ശിവരാത്രി ദിവസം നല്ലൊരു പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ ഞാൻ ധ്യാനം ശീലിക്കും, ഇന്നു മുതൽ ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്യുള്ളൂ, ഇന്നു മുതൽ ഞാൻ സമ്മർദ്ദം ഒഴിവാക്കും, ഞാൻ ഇന്നു മുതൽ മത്സരം ഒഴിവാക്കും. നല്ല മത്സരങ്ങളാകാം, പക്ഷെ അനാവശ്യ മത്സരങ്ങൾ മാറ്റി നിർത്തുക. അപ്പൊ ഈ സാഹചര്യത്തില് ശിവരാത്രി നമുക്കൊരു വലിയ സന്ദേശം നൽകുകയാണ്, അല്ലെ? ഒന്ന് നിർത്തി ചിന്തിക്കൂ, എന്നാലേ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുള്ളൂ. സ്വസ്ഥമായിട്ടൊരു 10 മിനിറ്റ് ഇരുന്ന് ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്ക്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റും. സമത്വവും സ്നേഹവും സേവനവും ലാളിത്യവും കരുണയും ആത്മനിയന്ത്രണവും ഒക്കെയുള്ള ഒരു ശിവരാത്രി ദിവസമാണ് ഇന്ന്. ആ ശിവരാത്രി ദിവസത്തിൽ മൂല്യത്തെ മനസ്സിലാക്കി ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാം. ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തേ പറ്റും. നമ്മുടെ തെറ്റുകൾ നമുക്ക് തിരുത്തണം. ഇതുവരെയുള്ള തെറ്റുകളെല്ലാം തിരുത്തുന്നതായിട്ട് നമ്മൾ ഇന്ന് സങ്കല്പിച്ച് ആ തെറ്റുകൾക്കുള്ള ക്ഷമ പറഞ്ഞ് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുക. അതുപോലെ തന്നെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ നല്ല രീതിയിൽ മനുഷ്യരെ ഒന്നായി കണ്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലുമൊക്കെ ചെറിയ സേവന പ്രവർത്തനങ്ങളായാലും മതി, ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ദാരിദ്ര്യം എന്ന് എടുത്തു പറയുകയാണ്, പണത്തിന്റെ ദാരിദ്ര്യമല്ല, സ്നേഹ ദാരിദ്ര്യമുള്ളവരുണ്ട്, അതുപോലെ തന്നെ സന്തോഷ ദാരിദ്ര്യമുള്ളവരുണ്ട്, പൈസക്കുള്ള ദാരിദ്ര്യമുള്ളവരുണ്ട്, നിരവധി ദാരിദ്ര്യങ്ങൾ നമ്മളുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള ദരിദ്രരെ കണ്ടെത്തി സഹായിക്കുക. സന്തോഷം കൊടുക്കാൻ പറ്റുന്നിടത്ത് സന്തോഷം കൊടുക്കുക, സ്നേഹം കൊടുക്കാൻ പറ്റുന്നിടത്ത് ആ ദാരിദ്ര്യത്തെ ഒഴിവാക്കുക. ചുരുക്കം പറഞ്ഞാൽ വളരെ നല്ല മനുഷ്യരായി മുന്നോട്ട് പോവുക. അവസാനം ശിവരാത്രി നമ്മുടെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു രാത്രിയാണ്. പരമശിവന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ എന്ന മന്ത്രത്തോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും മഹാശിവരാത്രി